എന്തായാലും പ്രദേശവാസി നമുക്കൊപ്പമുണ്ട്. വലിയൊരു തരത്തിൽ അപകടമാണ് ഉണ്ടായിരിക്കും. വലിയൊരു തരത്തിൽ 3 പ്രാവശ്യം ഇടിഞ്ഞ് അതിന് ഈ ബോഡി തിരയുന്ന എൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പിന്നെയും ഇടിയുണ്ടായി. മഴ ഇല്ലാത്ത കാരണം ഇപ്പോൾ അവർക്ക് രക്ഷാപ്രവർത്തനം ചെയ്യാനുള്ള ഒരു ഇതാണ്. ഒരു ബോഡി കണ്ടിട്ടുണ്ട്, അത് എടുക്കാനുള്ള പ്രയത്നത്തിലാണ്. JCB എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്, എല്ലാ ഓഫീസർമാരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ജില്ലാ കളക്ടറടക്കം പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പരാതി നൽകിയിട്ടുണ്ട്. പ്രദേശവാസികളും ഞാൻ അസോസിയേഷൻ്റെ ഇവിടുത്തെ ഒരാളാണ്. എല്ലാവരും ഇവിടുന്ന് പരാതി നൽകിയിട്ടും അത് കേൾക്കാതെയാണ് ഈ വർക്കുകളൊക്കെ നടത്തിയിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം വരെ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ടിൻ ഷീറ്റ് ഉപയോഗിച്ച് മറച്ച സ്ഥിതിക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഒരു 2 മീറ്റർ വിട്ടിട്ട് എടുക്കാമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. പിന്നീട് ഉണ്ടായത് വർക്ക് തുടങ്ങിയപ്പോൾ കുറച്ച് അടുപ്പിച്ചെടുക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഒരു 1-2 കിണറിൻ്റെ ആഴത്തിലെടുത്ത് ചീടി വരെ കണ്ടിട്ടും വാള് കെട്ടാതെ, മതിലെടുത്ത് മണ്ണെടുത്തതിൻ്റെ വാള് കെട്ടാതെ ബിൽഡിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പേരിനൊരു സൈഡിൽ കൂടെ ചെറിയ വാള് കെട്ടുകയുണ്ടായത്. ഒരു മേലെ കൂടെ ഒരു ഇടവഴി പോകുന്നുണ്ട്, അതൊക്കെ ഇടിഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട്. കാണുന്ന ഇടവഴിയാണ്. അത് ഇടവഴിയാണ്. പിന്നെ അങ്ങോട്ട് കാരണം 1 ഏക്കറിലും മേലെ സ്ഥലങ്ങളുണ്ട്. ഒരു ഭാഗത്ത് കാരണം ഒരു ഭാഗത്ത് കൂടെ വീടുകൾ, ഒട്ടനവധി വീടുകളുണ്ട്. ഒരു വീട് ഇപ്പോൾ വലിയ അപകടത്തിലാണ് നിൽക്കുന്നത്. അതിൽ ഇരുചക്ര വാഹനങ്ങളൊക്കെ പോകുന്നതാണോ? ഇതിലെ ഓട്ടോറിക്ഷ ചെറിയ വാഹനങ്ങളൊക്കെ പോണ വഴിയായിരുന്നു. ഇവർ മണ്ണെടുത്തതിൻ്റെ ശേഷം, മഴക്കാലം ആയതിൻ്റെ ശേഷം ആരും അങ്ങനെ പോകാറില്ല. എന്നാലും ഇന്ന് രാവിലെ വരെ ആളുകൾ പോയിട്ടുണ്ട്. ഇതാണ് വളരെ അപകടകരമായ കാര്യം തന്നെയാണ്. അഭിലാഷ്, ഇപ്പോൾ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ളവർ ഒരു സ്ഥലത്തുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകണം. കോഴിക്കോട് ബൈപ്പാസിലാണ് നെല്ലിക്കോട് ഇപ്പോൾ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. 3 തൊഴിലാളികൾ കുടുങ്ങി. അതിൽ 2 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അല്പം മുൻപത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണുന്നത്.